ഗ്രിഗറി റാസ്പുട്ടിൻ റഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ സെന്റ് പീറ്റേഴ്സ്ബർഗിലെത്തിയിരിക്കുന്നു. റാസ്പുട്ടിന്റെ ജീവിതത്തെ സെന്റ് പീറ്റേഴ്സ്ബർഗിലെത്തുന്നതിന് മുൻപെന്നും അതിനുശേഷമെന്നും രണ്ടായി വിഭജിക്കാം. സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ജാലവിദ്യ കാട്ടി നടന്നിരുന്ന ആ മനുഷ്യനിപ്പോൾ റഷ്യൻ പ്രഭുകുടുംബങ്ങളുടെ ആദരണീയനായ ഗുരുവായി മാറിയിരിക്കുന്നു. കസാനിൽ വെച്ച് പരിചയപ്പെട്ട പുരോഹിതന്മാർ നൽകിയ ശുപാർശ കത്തുമായാണ് റാസ്പുട്ടിൻ സെന്റ് പീറ്റേഴ്സ്ബർഗിലെത്തിയിരിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ 1-ാം ദശകമാണ്. ഇതിനു മുൻപൊരിക്കൽ തന്റെ സുദീർഘമായ തീർത്ഥാടന യാത്രകളുടെ കാലത്ത് റാസ്പുട്ടിൻ ഈ മഹാനഗരത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഒരിക്കൽ മടങ്ങിയെത്തുമെന്ന് മനസ്സിൽ കുറിച്ചിട്ടിട്ടാണ് അന്ന് റാസ്പുട്ടിൻ ഇവിടം വിട്ടത്. ഇപ്പോൾ സമയമായിരിക്കുന്നു. അയാൾ മടങ്ങിയെത്തിയിരിക്കുന്നു. സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ഉന്നത സമൂഹത്തിൽ റാസ്പുട്ടിനെ ആദ്യമായി പരിചയപ്പെടുത്തിയത് റഷ്യയിലെ മതരാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിലെ പ്രമുഖന്മാരിൽ ഒരാളായ ആർച്ച് ബിഷപ്പ് തിയോഫാനാണ്. റാസ്പുട്ടിൻ അപ്പോഴേക്കും കുറച്ചൊക്കെ പ്രശസ്തി ആർജിച്ചു കഴിഞ്ഞിരുന്നു. അയാൾക്ക് ചില അത്ഭുത സിദ്ധികളുണ്ടെന്ന വിശ്വാസം ഒരു വിഭാഗം പുരോഹിതർ പോലും ഏറ്റെടുത്ത് പ്രചരിപ്പിക്കാൻ തുടങ്ങി. വലിയ ദൈവശാസ്ത്ര പണ്ഡിതനായ ആർച്ച് ബിഷപ്പ് തിയോഫാനും റാസ്പുട്ടിൻ ഒരു സാധാരണക്കാരനല്ലെന്നും കരുതി. ഇദ്ദേഹം പ്രവാചകനാണോ അതോ ദിവ്യാത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ളയാളോ? അങ്ങനെയൊക്കെ പലപ്പോഴും തിയോഫാൻ സംശയിച്ചു. മാത്രമല്ല, സൂചനകൾ നിറഞ്ഞ വർത്തമാനങ്ങൾ കൊണ്ട് റാസ്പുട്ടിൻ അദ്ദേഹത്തെ പലപ്പോഴും ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്തു. അയാളുടെ വാക്കുകൾ പ്രവചനാത്മകമാണെന്നും അതിലെന്തൊക്കെയോ അർത്ഥങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്നും തിയോഫാൻ കരുതി. സെന്റ് പീറ്റേഴ്സ്ബർഗിലെത്തിയ റാസ്പുട്ടിനെ തിയോഫാൻ തനിക്കൊപ്പം താമസിക്കാൻ ക്ഷണിച്ചിരുന്നു. റാസ്പുട്ടിൻ ആ ക്ഷണം സ്വീകരിച്ചു. തിയോഫാൻ തിരുമേനിക്കൊപ്പം കഴിയുമ്പോൾ റാസ്പുട്ടിൻ പ്രധാനമായും അറിയാൻ ആഗ്രഹിച്ചത് സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമന്റെ കുടുംബത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. തിയോഫാന് നിക്കോളാസ് രണ്ടാമനുമായും രാജകുടുംബവുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഇതിനകം റാസ്പുട്ടിൻ മനസ്സിലാക്കിയിരുന്നു. രാജകുടുംബത്തിനു വേണ്ടി പല കാര്യങ്ങളും ചെയ്യാൻ തനിക്ക് കഴിയുമെന്ന് റാസ്പുട്ടിൻ തന്റെ സംഭാഷണങ്ങൾക്കിടെ സൂചിപ്പിക്കാറുണ്ട്. റാസ്പുട്ടിന്റെ വാക്കുകൾ കേട്ടാൽ അയാൾക്ക് രാജകുടുംബാംഗങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്ന വിവരങ്ങൾ പോലും അറിയാമെന്ന് തോന്നും. നിക്കോളാസ് രണ്ടാമന്റെയും ഭാര്യ അലക്സാൻഡ്രയുടെയും കുമ്പസാരം പലപ്പോഴും കേട്ടിട്ടുള്ള ആർച്ച് ബിഷപ്പ് തിയോഫാന് രാജകുടുംബത്തെ അലട്ടുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചും അറിയാം. റാസ്പുട്ടിന്റെ വാക്കുകളുടെ സൂചന എന്തെന്നറിയാതെ അദ്ദേഹം അമ്പരന്നു. നിക്കോളാസ് രണ്ടാമൻ കടന്നുപോകുന്ന ഏതോ സംഘർഷാവസ്ഥകളെപ്പറ്റിയാണ് റാസ്പുട്ടിന്റെ സൂചന. യഥാർത്ഥത്തിൽ 1884 ജർമ്മൻ രാജകുമാരിയായിരുന്ന അലീക്സിനെ അന്നത്തെ റഷ്യൻ രാജകുമാരനായിരുന്ന നിക്കോളാസ് അലക്സാൻഡ്രോവിച്ച് കണ്ടുമുട്ടിയപ്പോൾ മുതൽ തന്നെ അവരുടെ പ്രശ്നങ്ങളും ആരംഭിച്ചിരുന്നു. കണ്ട മാത്രയിൽ തന്നെ നിക്കോളാസ് അലീക്സിയോട് പ്രണയാഭ്യർത്ഥന നടത്തി. പക്ഷെ രാജകുമാരി ആ പ്രണയം നിഷേധിക്കുകയാണ് ചെയ്തത്. അവർ പിന്തുടർന്നു വന്ന ലൂഥറൻ വിശ്വാസം ഉപേക്ഷിച്ച് റഷ്യൻ ഓർത്തഡോക്സ് സഭയിലേക്ക് ചേരാൻ അലീക്സി ഒരുക്കമായിരുന്നില്ല. അവരിരുവരും ബന്ധുക്കളാണെങ്കിലും പല കാര്യങ്ങളിലും റഷ്യയും ജർമ്മനിയും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്നുമുണ്ട്. എങ്കിലും ജർമ്മനിയുടെ കൈസർ ഈ വിവാഹത്തെ അനുകൂലിച്ചു. വൈകാതെ അലീക്സി നിക്കോളാസിന്റെ പ്രണയാഭ്യർത്ഥന സ്വീകരിച്ചു. തുടക്കത്തിൽ റഷ്യൻ രാജകുടുംബത്തിന് ഈ വിവാഹത്തോട് എതിർപ്പായിരുന്നു. എന്നാൽ അന്നത്തെ സാർ ചക്രവർത്തി രോഗശയ്യയിലാവുകയും വൈകാതെ നിക്കോളാസ് പുതിയ ചക്രവർത്തിയാകുമെന്ന് വരികയും ചെയ്തതോടെ അവരെതിർപ്പുകൾ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു. വിവാഹശേഷവും ലൂഥറൻ വിശ്വാസം പിന്തുടരാമെന്ന് അദ്ദേഹം രാജകുമാരിക്ക് ഉറപ്പുകൊടുത്തിരുന്നുവെങ്കിലും അവരിരുവരും പ്രണയത്തിലായതോടെ രാജകുമാരി അലക്സാൻഡ്ര എന്ന പേര് സ്വീകരിച്ച്
ഓർത്തഡോക്സ് സഭയിലേക്ക് മാറാൻ തയ്യാറായി. വൈകാതെ നിക്കോളാസ് രണ്ടാമനെന്ന പേരിൽ റഷ്യയുടെ പുതിയ സാർ ചക്രവർത്തിയാവുകയും അലക്സാൻഡ്ര നിക്കോളാസിനെ വിവാഹം ചെയ്ത് സാറിന എന്ന പദവിയിലെത്തുകയും ചെയ്തു. പരസ്പരം സ്നേഹബഹുമാനങ്ങൾ നിലനിർത്തിയ ഭാര്യാഭർത്താക്കന്മാരായിരുന്നു നിക്കോളാസും അലക്സാൻഡ്രയും. അവർ ശാന്തമായൊരു ജീവിതമാണ് ആഗ്രഹിച്ചത്. എന്നാൽ ഭരണാധികാരി എന്ന നിലയിൽ നിക്കോളാസിന്റെ ഉത്തരവാദിത്വങ്ങൾ അതിനനുവദിച്ചില്ല. പലപ്പോഴും അദ്ദേഹം ഒരു പിടിപ്പുകെട്ട രാജാവെന്ന് വിമർശിക്കപ്പെട്ടു. അലക്സാൻഡ്രയ്ക്കും ഇക്കാര്യത്തിൽ ഭർത്താവിനെ സഹായിക്കാൻ അറിയുമായിരുന്നില്ല. ഭർത്താവിനൊപ്പം സ്വകാര്യത നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു അവരുടെ സ്വപ്നം. നിക്കോളാസ് ചക്രവർത്തിയായി ചുമതല ഏറ്റെടുത്തതും വിവാഹിതനായതും ഒരേ സമയത്തായതുകൊണ്ട് സ്വകാര്യതയൊക്കെ വെറുമൊരു സ്വപ്നമായി മാത്രം അവശേഷിച്ചു. നിർണായകമായ സന്ദർഭങ്ങളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെടുക്കാൻ വിമുഖത കാട്ടുന്നതിന്റെ പേരിൽ നിക്കോളാസ് രണ്ടാമൻ വിമർശിക്കപ്പെട്ടു തുടങ്ങി. റഷ്യയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ മുൻപില്ലാത്ത വിധം രൂക്ഷമായി. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ റഷ്യയിൽ വ്യവസായവൽക്കരണം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരുന്നു. അതുണ്ടാക്കിയ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥിതി രാജവാഴ്ചയെ പിന്തുണയ്ക്കുന്നതല്ല. ഇങ്ങനെ എണ്ണിപ്പറയാൻ പ്രതിസന്ധികൾ നിരവധിയുണ്ട്. പക്ഷേ അതിനേക്കാളെല്ലാം നിക്കോളാസിനെയും അലക്സാൻഡ്രയെയും അലട്ടിയത് മറ്റൊന്നാണ്. അവർക്ക് 4 പെൺകുട്ടികളാണ് ആദ്യം ജനിച്ചത്. ഓരോ പ്രസവം കഴിയുന്തോറും പെൺകുട്ടിയാണല്ലോ ജനിച്ചതെന്ന പേരിൽ ആളുകൾ അവരോട് സഹതാപം പ്രകടിപ്പിച്ചു തുടങ്ങി. രാജവംശത്തിന് അനന്തരാവകാശിയായി ഒരാൺകുട്ടിയെ തരാൻ കഴിവില്ലാത്തവളെന്ന് അവർ സ്വകാര്യമായി അലക്സാൻഡ്രയെ പരിഹസിച്ചു. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9955444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. 1894-ലായിരുന്നു അവരുടെ വിവാഹം. 1895 നവംബറിൽ ആദ്യത്തെ മകൾ ഓൾഗ ജനിച്ചു. മകളെ നിക്കോളാസും അലക്സാൻഡ്രയും ആഹ്ലാദത്തോടെ സ്വീകരിച്ചു. പക്ഷേ നിക്കോളാസിന്റെ അമ്മയും ബന്ധുക്കളും അലക്സാൻഡ്ര ഒരാൺകുഞ്ഞിന് ജന്മം നൽകാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. ചക്രവർത്തിയുടെ മൂത്ത മകളാണെങ്കിലും ഓൾഗയ്ക്ക് അദ്ദേഹത്തിന്റെ പിന്തുടർച്ചാവകാശിയാകാൻ അവകാശമില്ല. റൊമാനോവ് രാജവംശം പിന്തുടരുന്ന നിയമം അങ്ങനെയാണ് അനുശാസിക്കുന്നത്. 1791-ൽ പോൾ ഒന്നാമന്റെ കാലത്ത് സ്ഥാപിതമായ പൗളിൻ ലോ അനുസരിച്ച് രാജവംശത്തിലെ പെൺകുട്ടികൾക്ക് കിരീടാവകാശമില്ല. ഓൾഗയുടെ ജനന സമയം മുതൽ ഇക്കാര്യം ആളുകൾ ഓർമ്മിപ്പിക്കാൻ തുടങ്ങി. ആളുകളുടെ അതൃപ്തിയും കുത്തുവാക്കുകളും ഭയന്ന് അവരൊരു ആൺകുട്ടിക്കായി വഴിപാടുകൾ നടത്തി തുടങ്ങി. പക്ഷേ പിന്നീടും നിക്കോളാസിനും അലക്സാൻഡ്രയ്ക്കും പെൺകുട്ടികൾ തന്നെയാണ് പിറന്നത്. 1901-ൽ ഇളയ മകൾ കൂടി ജനിച്ചതോടെ അവർക്ക് തുടർച്ചയായി 4 പെൺകുട്ടികളായി. അക്കാലത്ത് നിക്കോളാസ് കുറച്ചുകാലം ടൈഫസ് രോഗം ബാധിച്ച് കിടപ്പിലായി. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്ത അനന്തരാവകാശി ആരെന്ന് തീരുമാനിക്കാൻ രാജകുടുംബാംഗങ്ങളും മന്ത്രിമാരും ചേർന്ന് ഒരാലോചനാ യോഗം നടത്തി. നിയമമനുസരിച്ച് നിക്കോളാസ് രണ്ടാമന് ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ തുടർന്ന് രാജപദവിയിലെത്തുക നിക്കോളാസ് രണ്ടാമന്റെ ഇളയ സഹോദരനായിരിക്കും. ഈ അറിവ് അലക്സാൻഡ്രയെ കുറച്ചൊന്നുമല്ല ഭയപ്പെടുത്തിയത്. നിക്കോളാസിന്റെ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ സ്നേഹിക്കുന്നില്ലെന്ന് അവർക്കറിയാം. റഷ്യയിലെ രാജകുടുംബത്തിൽ ജീവിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് മുത്തശ്ശി വിക്ടോറിയ രാജ്ഞി പറഞ്ഞിട്ടുള്ളത് അവരോർത്തു. രാജകുടുംബാംഗങ്ങൾ മാത്രമല്ല, റഷ്യയിലെ ജനങ്ങളിൽ ഒരു വലിയ വിഭാഗവും അലക്സാൻഡ്രയെ ശത്രുതയോടെയാണ് കണ്ടിരുന്നത്. ജർമ്മൻകാരിയായ ആ രാജകുമാരിയെ അവർ വെറുത്തിരുന്നുവെന്ന് തന്നെ പറയാം. മറ്റുള്ളവരുടെ ആദരവും സ്നേഹവും കിട്ടാൻ തന്റെ മുന്നിലുള്ള ഒരേ ഒരു വഴി ഒരാൺകുട്ടിയെ പ്രസവിക്കുക മാത്രമാണ്, അലക്സാൻഡ്ര കരുതി. ഈ സന്ദർഭത്തിൽ
അവരൊരു ആൺകുഞ്ഞ് ജനിക്കാൻ വേണ്ടി അത്ഭുത പ്രവർത്തകരെയും സിദ്ധന്മാരെന്ന് അവകാശപ്പെടുന്നവരെയും ആശ്രയിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കുമ്പോഴാണ് ഒരു ബന്ധുവഴി അലക്സാൻഡ്ര ഫിലിപ്പെ നിസിയർ വാക്കോട്ട് എന്നൊരു അത്ഭുത പ്രവർത്തകനെ പരിചയപ്പെട്ടത്. രോഗങ്ങൾ ചികിത്സിച്ചു ഭേദമാക്കാൻ മാത്രമല്ല, ഗർഭത്തിലുള്ള കുട്ടിയുടെ ലിംഗമാറ്റം നടത്താൻ വരെ തനിക്ക് കഴിവുണ്ടെന്നാണ് അയാളുടെ അവകാശവാദം. അലക്സാൻഡ്ര അയാളുടെ അടുത്ത് ചികിത്സ തേടി. മാത്രമല്ല, ഭർത്താവിനോട് അയാൾക്കു വേണ്ടി ശുപാർശകൾ നടത്തുകയും ചെയ്തു. അലക്സാൻഡ്ര പറയുന്നതെന്തുമനുസരിക്കാൻ നിക്കോളാസ് രണ്ടാമൻ ഒരുക്കമാണ്. അതുകൊണ്ട് തന്നെ നിക്കോളാസ് രണ്ടാമൻ ഇംപീരിയൽ മിലിറ്ററി മെഡിക്കൽ അക്കാഡമിയിൽ നിന്ന് ഒരു വ്യാജ മെഡിക്കൽ ബിരുദ സർട്ടിഫിക്കറ്റ് ഫിലിപ്പെ നിസിയർ വാക്കോട്ടിന് നൽകി. അയാളെ മിലിറ്ററി ഡോക്ടറും സ്റ്റേറ്റ് കൗൺസിലറുമായി നിയമിക്കുകയും ചെയ്തു. ഫിലിപ്പയുമായുള്ള ഈ സൗഹൃദം ശരിയല്ലെന്ന് നിക്കോളാസ് രണ്ടാമന്റെ അമ്മയും സഹോദരിമാരും മുന്നറിയിപ്പ് നൽകിയെങ്കിലും നിക്കോളാസ് അത് ചെവിക്കൊണ്ടില്ല. കുറച്ചുനാളത്തെ ചികിത്സയ്ക്ക് ശേഷം അലക്സാൻഡ്ര ഗർഭിണിയാണെന്നും താൻ അവരുടെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിനെ ആൺകുട്ടിയാക്കി മാറ്റിയിട്ടുണ്ടെന്നും ഫിലിപ്പെ പ്രഖ്യാപിച്ചു. അലക്സാൻഡ്ര പ്രതീക്ഷയോടെ കാത്തിരിപ്പ് തുടങ്ങി. എന്നാൽ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ അലക്സാൻഡ്ര ഗർഭിണിയായിട്ടുപോലുമില്ലെന്ന് തെളിഞ്ഞു. താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന് അപ്പോൾ മാത്രമാണ് അവർ തിരിച്ചറിഞ്ഞത്. കോപിഷ്ഠയായ രാജ്ഞി തന്റെ ചികിത്സകനെ ഫ്രാൻസിലേക്ക് നാടുകടത്തി. വീണ്ടും പള്ളികളിലും അത്ഭുത പ്രവർത്തനത്തിന് കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന പുണ്യാളന്മാരുടെ സങ്കേതങ്ങളിലും അവരിരുവരും കയറിയിറങ്ങി. ഒടുവിൽ അലക്സാൻഡ്ര വീണ്ടും ഗർഭിണിയായി. 1904 ഓഗസ്റ്റിൽ അവർ പ്രസവിച്ചു. ഇത്തവണ അതൊരാൺകുട്ടിയായിരുന്നു. മകനവർ അലക്സി നിക്കോളോവിച്ച് എന്ന് പേരിട്ടു. മകൻ ജനിച്ചപ്പോൾ അവർക്കുണ്ടായ സന്തോഷവും സമാധാനവും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പക്ഷേ അതൊട്ടും നീണ്ടുനിന്നില്ല. ജന്മനാ തന്നെ അലക്സിക്ക് ഹീമോഫീലിയ എന്ന ഗുരുതര രോഗമുണ്ടെന്ന് മനസ്സിലായതോടെ അവർ വീണ്ടും കടുത്ത ദുഃഖത്തിലേക്ക് വഴുതി വീണു. അലക്സാൻഡ്രയുടെ മുത്തശ്ശി വിക്ടോറിയയുടെ പാരമ്പര്യത്തിൽ നിന്ന് പകർന്നു കിട്ടിയതാണ് ഈ രോഗം. അലക്സാൻഡ്ര വീണ്ടും നിക്കോളാസിന്റെ ബന്ധുക്കൾക്ക് മുന്നിൽ കുറ്റക്കാരിയായി. കുട്ടിയുടെ രോഗവിവരം അവർ മറ്റുള്ളവരിൽ നിന്നും മറച്ചുവെച്ചു. എന്നിട്ടും പതിയെ അലക്സിക്കെന്തോ രോഗമുണ്ടെന്ന വിവരം മറ്റുള്ളവർ മനസ്സിലാക്കി. സാർ ചക്രവർത്തിയും അലക്സാൻഡ്രയും അവരുടെ 4 പെൺമക്കളും അലക്സിക്ക് ചുറ്റും എപ്പോഴും ഒരു സുരക്ഷാ വലയം തന്നെ തീർത്തിരുന്നു. ഓടി വീണിട്ടോ മറ്റോ അവനൊരു മുറിവുണ്ടായെങ്കിലോ എന്ന് അവരെപ്പോഴും ഭയപ്പെട്ടു. ഹീമോഫീലിയ രോഗമുള്ളവരിൽ രക്തം കട്ടപിടിക്കാൻ എളുപ്പമല്ല. അങ്ങനെ വന്നാൽ അത് മരണകാരണമായേക്കാം. ഇങ്ങനെ ഒരു സന്ദർഭത്തിലാണ് സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്കുള്ള റാസ്പുട്ടിന്റെ വരവ്. അയാൾ രാജകൊട്ടാരത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു. അവിടെ എന്തോ പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ കന്യാമറിയം അയാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് കേൾക്കുന്നവർ അമ്പരക്കാതിരിക്കുന്നതെങ്ങനെ? കൊട്ടാരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് സൈബീരിയയിൽ നിന്നും വന്ന ഈ മനുഷ്യൻ എങ്ങനെ അറിഞ്ഞു? റാസ്പുട്ടിനിപ്പോൾ ആർച്ച് ബിഷപ്പ് തിയോഫാന്റെ കൂടെയാണ് താമസം. അവിടെ വെച്ച് സെന്റ് പീറ്റേഴ്സ്ബർഗിലെ അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനമുള്ള നിരവധി പ്രമുഖരെ റാസ്പുട്ടിൻ പരിചയപ്പെട്ടു. പലരും അയാളുടെ വാക്കുകളുടെ ആരാധകരായി മാറി. അക്കാലത്ത് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ധാരാളം ചർച്ചാ കേന്ദ്രങ്ങളുണ്ട്. സലൂണുകളെന്നാണ് ഇവ അറിയപ്പെടുന്നത്. സാഹിത്യത്തെക്കുറിച്ചും കലയെക്കുറിച്ചും മതകാര്യങ്ങളെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്ന സലൂണുകൾ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ പ്രമുഖരുടെ വിഹാര കേന്ദ്രങ്ങളാണ്. മതപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുള്ള പ്രധാനപ്പെട്ട സലൂണുകളിൽ റാസ്പുട്ടിൻ ബിഷപ്പ് തിയോഫാനൊപ്പം സന്ദർശനം നടത്തും. അത്തരം ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിക്കാനുള്ള പ്രാവീണ്യം അയാൾ നേടിക്കഴിഞ്ഞിരുന്നു. ഈ സലൂണുകളിൽ വെച്ച് സെന്റ് പീറ്റേഴ്സ്ബർഗിലെ പ്രമുഖർക്കിടയിൽ നിന്നുള്ള തന്റെ ആദ്യ ശിഷ്യന്മാരെ റാസ്പുട്ടിൻ സമ്പാദിച്ചു. അവരിൽ പലരും റാസ്പുട്ടിനെ സ്വന്തം വീടുകളിലേക്ക് ക്ഷണിച്ചു തുടങ്ങി. നഗരത്തിൽ മതപരമായ ചർച്ചകൾ നടക്കുന്ന പലയിടത്തേക്കും റാസ്പുട്ടിൻ ക്ഷണിക്കപ്പെട്ടു. അക്കാലത്ത് റഷ്യയിൽ സ്പിരിച്വലിസം എന്നും തിയോസഫി എന്നും അറിയപ്പെടുന്ന 2 വ്യത്യസ്ത മതചിന്താധാരകൾ നിലവിൽ വന്നിരുന്നു.
മരണാനന്തരം ജീവിതം നയിക്കുന്നവരുടെ ആത്മാക്കൾക്ക് ഇപ്പോൾ ഭൂമിയിലുള്ളവരുമായി ബന്ധം പുലർത്താൻ കഴിയുമെന്നാണ് സ്പിരിച്വലിസം പിന്തുടരുന്നവർ അവകാശപ്പെടുന്നത്. കുറച്ചുകൂടി സൈദ്ധാന്തികമായ വിശ്വാസധാര പിന്തുടരുന്നവരാണ് തിയോസഫിക്കാർ. റാസ്പുട്ടിൻ സെന്റ് പീറ്റേഴ്സ്ബർഗിലെത്തിയപ്പോൾ ഇത്തരം മതസദസ്സുകളിൽ കണ്ട പല ആളുകളും പ്രകൃത്യാതീത ശക്തികളുടെ നിഗൂഢതകളെക്കുറിച്ചറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരായിരുന്നു. ദിവ്യശക്തിയുണ്ടെന്ന അവകാശവാദത്തോടെ അവിടെ എത്തിയിരിക്കുന്ന റാസ്പുട്ടിനിൽ നിന്നും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിച്ചു. റാസ്പുട്ടിന്റെ വാക്കുകളും അയാൾ അവതരിപ്പിക്കുന്ന സിദ്ധാന്തങ്ങളും അയാളുടെ വിചിത്രമായ പെരുമാറ്റരീതിയും അവരെ ആകർഷിച്ചു. ഒടുവിൽ അമാനുഷിക ശക്തികളുള്ള ഒരാൾ അവരുടെ കൺമുന്നിൽ എത്തിയിരിക്കുന്നു. പുതിയ എന്തെങ്കിലും ഒരു വിനോദത്തിനായി കാത്തിരുന്ന കുട്ടികളെപ്പോലെ അവർ അയാളെ ഏറ്റെടുത്തു. സെന്റ് പീറ്റേഴ്സ്ബർഗിലെ പരിഷ്കൃത ലോകത്തിന് അനുയോജ്യനായ ഒരു പരിഷ്കൃത സിദ്ധനല്ല റാസ്പുട്ടിൻ. ഇങ്ങനെ ഒരാളെ നഗരത്തിലെ ഉപരിവർഗത്തിന് ഇതിനു മുൻപ് പരിചയമില്ല. പരുക്കൻ വേഷം, പരുക്കൻ ഭാഷ, അതിതീക്ഷ്ണമായ കണ്ണുകൾ. അവർ കൗതുകത്തോടെ ഈ മനുഷ്യന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തു. അയാളിൽ നിന്ന് എന്തെങ്കിലും അത്ഭുതങ്ങളുണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചു. സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ഉന്നത കുലജാതരും സമ്പന്നരുമായ ആളുകൾ സംഘടിപ്പിക്കുന്ന ഉപരിവർഗ സദസ്സുകൾക്ക് റാസ്പുട്ടിൻ പെട്ടെന്ന് പ്രിയങ്കരനായി മാറി. ഈ കാലമായപ്പോഴേക്കും സാർ ചക്രവർത്തിയുടെ ബന്ധുക്കളിൽ ചിലരുമായി പരിചയപ്പെടാനും റാസ്പുട്ടിന് അവസരം ലഭിച്ചു കഴിഞ്ഞിരുന്നു. റൊമാനോവ് സാമ്രാജ്യത്തിന്റെ കൊട്ടാരക്കെട്ടുകൾക്കുള്ളിലേക്കുള്ള പാത പതുക്കെ അയാൾക്ക് മുന്നിൽ തെളിഞ്ഞു വരികയാണ്.